പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. ഒരു വാക്കു മതി എനിക്കതു മതി, ഒരു വാക്കു മതി എനിക്കത് മതി, ഒരു വാക്കു മതി എനിക്കത് മതി, ഒരു വാക്കു മതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനോ ഞാൻ പോരാത്തവളാണേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൂതനെ അയച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ എത്ര പേർ വിളിച്ചു പറയും, കർത്താവേ, ഞങ്ങളുടെ ദൂതനെ അയച്ച് ഞങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമേപ്പ. ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്ന മേഖലകളിൽ ഈ ദിവസം തന്നെ ഞങ്ങളുടെ ദൂതന്മാരുടെ ചലനം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ പ്രഭാതത്തിൽ വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ഏലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട് തളർന്ന് മുമ്പോട്ടിന് വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിൽ മതി യഹോവേ, എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നിയോഗവും ദൈവിക വിളിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന തടസ്സത്തിലോ വിഷമത്തിലോ നിങ്ങളുടെ ജീവിതം അവസാനിക്കത്തില്ല. എൻ്റെ കർത്താവ് അതൊരു അത്ഭുതമാക്കി മാറ്റും. ഏലിയാവ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ഏലിയാവിനെ ജീവനോടെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്തത്. വിശ്വസിക്കാമെങ്കിൽ ഏലിയാവിൻ്റെ മേളിൽ പ്രവർത്തിച്ച ദൈവം ഇന്ന് എന്നെ കാണുന്ന അനേകരുടെ മേളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ദാനിയേലിന്റെ ജീവിതത്തിലും ഇതേപോലൊരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. 19-ാമത്തെ വാക്യം. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. തളർന്നുപോയ ദാനിയേലിന്റെ അടുക്കിലേക്ക് മനുഷ്യ സാദൃശ്യമുള്ള ഒരു ദൂതൻ വന്നു അവനെ തൊടുകയും അവനോട് ബലപ്പെട്ടിരിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുമ്പോൾ തന്നെ ദാനിയേൽ ബലപ്പെട്ടെഴുന്നേൽക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വിശ്വസിക്കാമെങ്കിൽ ജീവിതത്തിനകത്ത് വന്ന എല്ലാ തളർച്ചയുടെ മേഖലകളിലും ഈ പ്രഭാതം മുതൽ ഒരു ഡിവൈൻ ടച്ച്, ഒരു ദൂതന്റെ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇനി മാനുഷിക തലത്തിൽ ഒരു വിടുതലില്ലെന്ന് പറയുന്നവർ, മുമ്പോട്ട് പോകാൻ വഴിയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഏലിയാവിന്റെ ജീവിതത്തിനകത്ത് ഇനി മാനുഷിക ചിന്തകൾക്ക് സ്ഥാനമില്ലാതെ നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവൻ ആഹാരം കൊടുക്കുകയും അവനെ ദൂരെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതം എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് ചിന്തിക്കാം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി
അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ മേൽ വീണുപോയി. 8-ാമത്തെ വാക്യം, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവർ, ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ ഹല്ലേലൂയ ഇതാ പത്രോസ് ആയിരിക്കുകയാണ്. അടുത്ത ദിവസം ഹെരോദാവിൻ്റെ പ്ലാന് പത്രോസിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശത്രുവിൻ്റെ പ്ലാനിനേക്കാൾ വലിപ്പമായി ഇനി വഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാ ദൈവം തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഏതൊക്കെയോ മേഖലകളിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട് ഒരത്ഭുതം ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ആ സാമ്പത്തിക മേഖലയിൽ, ആ രോഗക്കിടക്കയിൽ കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ദൂതനെ അയച്ച് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിലോട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. ഒരു അത്ഭുതത്തിനായിട്ട്, ഒരു സാമ്പത്തിക വിടുതലിനായിട്ട്, ഒരു ദൈവപ്രവർത്തിക്കായി അങ്ങയുടെ ദൂതന്മാർ ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.